മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തോമസ് വൈദ്യനാണെങ്കിൽ മഹാലക്ഷ്മി ആശ്രമത്തിലേക്ക് എത്തുന്ന സമയത്ത് മേഘനാഥനെ കുറിച്ചും സാഗറിനെ കുറിച്ചും അതുപോലെ കണ്ണന്റെ പുരോഗതിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. മേഘനാഥൻ കണ്ണനെ ഒളിഞ്ഞു നോക്കാൻ വന്നതും സാഗർ ആണെങ്കിൽ കണ്ണൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടതൊക്കെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥന് ചെറിയൊരു ഭീഷണി എന്നോളം മഹാലക്ഷ്മി ആണെങ്കിൽ അവന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിന്റെ അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലെന്ന് അറിയാം, പക്ഷെ എന്റെ കളേട്ടന്റെ റൂമിലേക്ക് വെറുതെ എത്തി നോക്കണ്ട. നേരിയ ചലനം മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. വിശ്വാസം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് തോമസ് വൈദ്യനോട് അനുവാദം ചോദിച്ച് കണ്ണനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാനാണ് മഹാലക്ഷ്മി തീരുമാനിക്കുന്നത്. വൈദ്യം പറയുന്നുണ്ട്, അധികം ആവേശമൊന്നും വേണ്ട, വെറുതെ ഒറ്റയ്ക്കുള്ള സാഹസങ്ങൾക്കൊന്നും നിൽക്കരുത് എന്നൊക്കെ കണ്ണനോട് പറയുമ്പോൾ ഇല്ല, അങ്ങനെയൊന്നും ചെയ്യില്ല, എന്തായാലും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്ന് വീണ്ടും അഡ്മിറ്റ് ആവണം എന്നൊക്കെ തോമസ് വൈദ്യം പറയുന്നുണ്ട്. ഈ സമയത്താവട്ടെ കരുണയും മുത്തശ്ശിയും ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കണ്ണന്റെ വിശേഷങ്ങളെ കുറിച്ചും അതുപോലെ മഹാലക്ഷ്മിയും മോഹിനിയൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ തിരുമേനിയോട് ചോദിക്കുമ്പോഴും തിരുമേനി പറയാണ്, കണ്ണന് പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കേട്ടത്, പക്ഷെ ആ കുട്ടിയുടെ പ്രാർത്ഥനയും തോമസ് വൈദ്യന് ചികിത്സ കൊണ്ടും ഉറപ്പായിട്ടും ആ മോന് പുരോഗതി ഉണ്ടാകുമെന്നാണ് അറിയാനായിട്ട് കഴിയുന്നതെന്നൊക്കെ പറയാണ്. പിന്നീട് അമ്മയാവട്ടെ കരുണയുടെയും മുത്തശ്ശിയുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് 1 രൂപ നാണയമൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അഹങ്കാരികളായിട്ടുള്ള ഇവർ രണ്ടുപേരും തന്നെ ആ അമ്മയെ കളിയാക്കിക്കൊണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അമ്മ പലതും മനസ്സിൽ കുറിക്കുന്നുണ്ട്. അതായത് ആ പാൽപ്പായസത്തിലാണല്ലോ കണ്ണനെയും മഹാലക്ഷ്മിയും ഇല്ലാതാക്കാനായിട്ടുള്ള വിഷം കലർത്താനായിട്ട് പോകുന്നത്. അങ്ങനെ അമ്മയാണെങ്കിൽ അവർ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. പിന്നീട് കരുണ ഉണ്ണിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്ന് അവരിങ്ങോട്ട് എത്തും, അമ്മയുടെ സദ്യക്ക് ശേഷം പാൽപ്പായസം ഉറപ്പായിട്ടും കുടിക്കും. അപ്പോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാലോ, എല്ലാവരും റെഡി ആയിട്ട് ഇരുന്നോളാനൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയാണ്, ഇതെന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ഉറപ്പായിട്ട് നടക്കും, നിങ്ങൾ ആണുങ്ങളെ പോലെയല്ല, ഞാൻ എന്തായാലും ഇത് നടത്തിയിരിക്കുമെന്നൊക്കെ പറയണം. ഉണ്ണി ആവട്ടെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ദുർഗയോട് പറയുന്നുണ്ട്, കരുണ രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് ആ പായസം അവരെ കുടിപ്പിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്, എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, ഇപ്രാവശ്യവും നമ്മൾ തോറ്റു പോകുമോ എന്നും. അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തോൽക്കില്ല, ജയിക്കുമെന്ന് തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ ഉണ്ണി ദുർഗയോട് പറയണം. പിന്നീട് അവര് കാത്തിരുന്നത് പോലെ തന്നെ, അതായത് കരുണയും മുത്തശ്ശിയും പ്രതാപനും കാത്തിരുന്നത് പോലെ തന്നെ മഹാലക്ഷ്മി കണ്ണനും ചേർന്ന് വീട്ടിലേക്ക് എത്തുകയാണ്. അവരെ കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷാവുകയാണ്. എല്ലാവരും അഭിനയിച്ചുകൊണ്ട് അവരെ അകത്തേക്ക് കയറ്റുന്നുണ്ട്. മോഹിനിക്ക് ഒഴികെ ബാക്കി എല്ലാവരും മഹാലക്ഷ്മിയുടെ നാശത്തിന് വേണ്ടിയിട്ടാണല്ലോ കൊതിക്കുന്നത്. എന്തൊക്കെയോ ഒരു സംശയം മോഹിനിക്കും മഹാലക്ഷ്മിക്കും കണ്ണനും തോന്നുന്നുണ്ട് അവരുടെ ഒരു അഭിനയത്തിലൊക്കെ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പായസം കുടിക്കാന്നൊക്കെ മുത്തശ്ശിയും പ്രതാപനും കരുണയും പറയുകയാണ്. പായസത്തിൽ വിഷം ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് കണ്ണനും ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പ്രതാപം പറയുകയാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ കരുണയും മുത്തശ്ശിയും ചേർന്ന് ആ നാട്ടുവൈദ്യൻ കൊടുത്ത പച്ചില പൊടിച്ച മരുന്നുകളൊക്കെ തന്നെ ചേർക്കാനായിട്ട് പോവുകയാണ് പായസത്തിൽ. മുത്തശ്ശി വേഗം ചേർക്ക്, അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ധൃതി കൂട്ടുകയാണ്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ആ പായസത്തിൽ വിഷം ചേർക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയും കരുണയും തന്നെയാണ് കണ്ണനും മഹാലക്ഷ്മിക്കും അത് കൊണ്ട് കൊടുക്കുന്നത്. കണ്ണനും മഹാലക്ഷ്മി ആവട്ടെ ചതി അറിയാതെ അത് കഴിക്കുന്നുണ്ട്. ആസ്വദിച്ച് കുടിക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും കരുണയും പറയുകയാണ്, ഓ പാൽപ്പായസ കൊതിച്ചിയാണ്, എന്തായാലും കുടിച്ചിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ, നാളെ മുതൽ ഉറപ്പായിട്ടും അവൾക്ക് ഓരോരോ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ കണ്ണൻ കൂടി കുടിക്കുന്നത് കാണുമ്പോൾ അവർക്കാണെങ്കിൽ ഡബിൾ സന്തോഷമാണ്. കാരണം കണ്ണനും കൂടി ഇല്ലാതായാൽ ഉറപ്പായിട്ടും സ്വത്തുക്കളൊക്കെ തന്നെ ഉണ്ണിക്കായിരിക്കുമല്ലോ. അങ്ങനെ എല്ലാവരും അവര് 3 പേരും ചേർന്ന് ഈ ഒരു കാഴ്ച ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ 4മതൊരാൾ കാണുന്നുണ്ട്. മറ്റാരുമല്ല, ദേവിയായിട്ടുള്ള അമ്മ തന്നെ. അമ്മയാണെങ്കിൽ എന്തൊക്കെയോ മനസ്സിൽ കുറിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കരുണ ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു സന്തോഷ വാർത്ത ഉണ്ണി അറിയിക്കുകയാണ്. കമലേശ്വരത്തിലേക്ക് വിളിച്ചിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട്, എന്റെ പ്ലാനിങ് സക്സസ് ആയി, നാളെ മുതൽ അവൾ ഉറപ്പായിട്ടും ഓരോരോ അപകട സൂചനകൾ കാണിച്ചുകൊണ്ടിരിക്കും. അതോടുകൂടിയിട്ട് അവൾ പതുക്കെ പതുക്കെ മരണത്തെ മുഖാമുഖം കണ്ടു തുടങ്ങുമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയാണ്. ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താ കരുണമോള് പറയുന്നതെന്ന്. അമ്മേ, ആ പായസം ഏടത്തി കുടിച്ചത്രേ. ഏടത്തി മാത്രമല്ല, ഡബിൾ സന്തോഷത്തിനായിട്ട് നമ്മുടെ കർണാടകയും പായസം കുടിച്ചെന്നാ പറയുന്നത്. ഇതൊക്കെ കേട്ട് ദുർഗയ്ക്കാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയാണ്. ഓ, അപ്പോ ഒരു വെടിക്ക് 2 പക്ഷിയല്ലേ, അവർ രണ്ടുപേരും മരിക്കട്ടെ, എങ്കിലേ നമുക്കൊക്കെ സുഖമായിട്ട് തെളിഞ്ഞ് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ദുർഗയും പറയുകയാണ്. എന്തായാലും കമലേശ്വരത്തിൽ വീണ്ടും ഒരു ആഘോഷം തുടങ്ങാൻ തന്നെയാണ് ശത്രുക്കളുടെ തീരുമാനം. പിന്നീട് ആശ്രമത്തിലാവട്ടെ ഇതൊന്നും അറിയാതെ മേഘനാഥനും വാമദേവനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നാണല്ലോ ആ കരുണ എന്തൊക്കെയോ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്, അതെങ്ങാനും ചെയ്ത് വിജയിക്കുമോ എന്തോ അറിയില്ല, അതോ നമ്മളെപ്പോലെ ഇവിടെ ഇങ്ങനെ ഈ അവസ്ഥയിൽ വരുമോ എന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ
നടക്കാത്ത ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേഘനാഥനാണെങ്കിൽ കണ്ണനോടും മഹാലക്ഷ്മിയോടും എങ്ങനെയെങ്കിലൊക്കെ പ്രതികാരം വീട്ടാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ പ്രതികാരത്തിനായി പോയ ഓരോ തിരിച്ചടികളാണല്ലോ. അങ്ങനെ എല്ലാം കൊണ്ട് തോറ്റ അവസ്ഥയിലാണ് മേഘനാഥൻ. അപ്പൊ എന്തായാലും കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്.